ഈ ഇരിക്കുന്നവരെല്ലാം അർജൻറ്റീന ഫാൻസാണേ. നാളെ ഇഷ്ടംപോലെ എഴുതി സബ്മിറ്റ് ചെയ്യാനുണ്ട്. എന്താണേലും കറക്റ്റ് 9:30 ആയപ്പോൾ തന്നെ എല്ലാ റൂമിലും എല്ലാവരും അർജൻറ്റീനയുടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മടിയിൽ പേപ്പറും സ്റ്റഡി ടേബിളും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ആദ്യമൊക്കെ കൂടെ എഴുത്ത് നടന്നു, പിന്നെ എഴുത്ത് നടന്നില്ല. ആ പേപ്പറൊക്കെ എടുത്ത് സൈഡിലോട്ട് മാറ്റി വെച്ച് പിന്നെ കളിയിലേക്കായി എല്ലാവരുടെയും ശ്രദ്ധ. ആദ്യം തന്നെ ഈജിപ്തിൻ്റെ ഗോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ എണീറ്റ് പോയി അവിടെ നിന്ന് പരിഭവം പറയുവാണ് സജന. എന്നിട്ട് വീണ്ടും വന്നിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ തലയിൽ കൈവച്ച് പറയുന്ന ഈ റെഡ് ബനിയനിട്ടത് റിയ ഫാത്തിമയാണ്. ഇവളാണെങ്കിൽ പോർച്ചുഗൽ ഫാനാണ്. ആൾക്കാണെങ്കിൽ റൂമിലിരുന്നിട്ട് ഒരു സമാധാനമില്ല. ഇടയ്ക്കിടയ്ക്ക് മെസ്സി ഗോൾ അടിച്ചോ എന്ന് വന്ന് തിരക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഗോളായപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇത് പുറത്തുനിന്നൊക്കെ കൈയൊക്കെ ഇട്ട് എല്ലാവരും ഭയങ്കര സന്തോഷ പ്രകടനമൊക്കെ ആയിരുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും പിന്നെ ഒരു പ്രതീക്ഷയായിരുന്നേ. പിന്നെ എല്ലാവർക്കും ഉഷാറായി കളി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എഴുത്തൊക്കെ എല്ലാം എടുത്ത് പൂർണ്ണമായിട്ടും എടുത്ത് പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് എല്ലാവരും കളി കാണാനായിട്ട് ഇരുന്ന്. മെസ്സിയുടെ ജേഴ്സി ഇട്ടിരിക്കുന്ന മൂസിരിയാണ് ഇന്നത്തെ താരം. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കാരണം റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്, അവർക്കൊന്ന് ശല്യമാവണ്ടല്ലോ ഒച്ചമ്പകളൊക്കെ ആയിട്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു ഓളമായി. റിയ ഫാത്തിമ പാനിക്കായി കേട്ടോ. അർജൻറ്റീന ജയിക്കും എന്നറിഞ്ഞപ്പോഴത്തേ റിയ ഫാത്തിമ പാനിക്കായി. അർജൻറ്റീന ജയിച്ചതറിഞ്ഞ് മനസ്സ് തളർന്നു വരുന്ന റിയ ഫാത്തിമയാണ്. അവളെ എല്ലാവരും കൂടെ എടുത്ത് പൊങ്കായിട്ട്. അങ്ങനെ അവസാനം വാർഡനും വന്ന് സീനാക്കി. ഇനി നാളെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പം അത്രയ്ക്കുള്ളൂ. ബൈ.